ഇറാൻ അമേരിക്ക ബന്ധത്തിലെ സൈനിക നീക്കങ്ങൾ രാജ്യാന്തര തലത്തിൽ വലിയ ആശങ്കകൾക്ക് കാരണമാകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും യുഎസ് സൈനിക നീക്കങ്ങൾക്കുമെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമനയി പ്രതികരിച്ചതോടെയാണിത്. അതേസമയം പുതിയ ആയുധങ്ങൾ പ്രയോഗിക്കുമെന്നും ശത്രുവിന് ഹൃദയാഘാതം വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഇറാന്റെ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് അതിശക്തമായ ആക്രമണ പരമ്പരയ്ക്ക് യുഎസ് സൈന്യം തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണിത്. അതിനാൽ ഇപ്പോഴത്തെ ചർച്ചകളിലെ ആശയക്കുഴപ്പം പരിഹരിക്കണമെന്നും അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇറാനെ കനത്ത പ്രഹരം ഏൽപ്പിക്കാനാണ് ട്രംപ് ഒരുങ്ങുന്നത്. ഇതുവഴി യുഎസ് ലക്ഷ്യമിടുന്നത് വലിയ സൈനിക നീക്കം കൂടിയാണ്. ഹോർമുസ് ജലപാതയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി ഹോർമുസ് കടലിടുക്കിന്റെ ചില ഭാഗങ്ങൾ കരസേനയുടെ സഹായത്തോടെ പിടിച്ചെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഏപ്രിൽ 13 മുതൽ ഇറാൻ തുറമുഖങ്ങളിൽ യുഎസ് ഏർപ്പെടുത്തിയ നാവിക ഉപരോധം തുടരുകയാണ്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കാനും യുഎസ് നീക്കം നടത്തുന്നു. ഇറാനെതിരെ വീണ്ടും സൈനിക നടപടികൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നതതല സൈനിക ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും യുഎസ് സൈനിക നീക്കങ്ങൾക്കുമെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനയി രംഗത്ത് വന്നു. ഇറാന്റെ ആണവ മിസൈൽ ശേഷികൾ രാജ്യത്തിന്റെ അഭിമാനവും സ്വത്തുമാണെന്നും അവ സംരക്ഷിക്കുമെന്നും മുസ്തഫ പറഞ്ഞു. പുതിയ ആയുധം പ്രയോഗിക്കുമെന്നും ശത്രുവിന് ഹൃദയാഘാതം വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം രാജ്യാന്തര തലത്തിൽ ഇത് വലിയ ആശങ്കകൾക്ക് കാരണമാകുകയാണ്. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1000 countdown.